ഞാനൊരു പുതിയ ചട്ടി മേടിച്ചേ. അന്നേരം എന്റെ ചട്ടി ഉണ്ടല്ലോ ഞാൻ തന്നെ പൊട്ടിച്ചതാ. എങ്ങനെയാണെന്നറിയാവോ? ചട്ടി തേച്ച് കഴുകി അരയിലേ വെച്ചു. അന്നേരം നമ്മുടെ കോഴിയില്ലേ പൂവന്മാര് വന്ന് വഴക്കുണ്ടാക്കി. ചട്ടി അവന്മാര് നിലത്തോട്ടിട്ടു. പിന്നെ എനിക്ക് ചട്ടിയില്ലായിരുന്നു. വേറെ ഒരു ചെറിയ ചട്ടി ഉണ്ട്, അതിനകത്ത് ഞാൻ കറി വെച്ചോണ്ടിരുന്നെ. ഇതുണ്ട്, നല്ല ചട്ടിയല്ലേ. 250 രൂപ. നിങ്ങളുടെ നാട്ടിൽ ഈ ചട്ടിക്ക് എന്നാ വില എന്ന് പറയണേ. പിന്നെ എന്റെ പൊന്നോ, എന്റെ വീഡിയോക്കകത്ത് വരുന്ന കമന്റ് കാണണം. അതെന്തിനാ അവരങ്ങനെ ഇടുന്നേ? അവർക്കും ഒരു ഉപകാരമില്ല, എനിക്കും ഒരു ഉപകാരമില്ല. ഞാൻ അത് നിർത്തിപ്പോണം, ഇവളിത് തുടങ്ങരുത്, എന്നതൊക്കെയാ അവര് പറയുന്നേ. അന്നേരം ഞാൻ ഓർക്കുക, നല്ല മനുഷ്യരായ നിങ്ങള് എല്ലാവരും എനിക്ക് സപ്പോർട്ടാ. ഒരു വ്യക്തി വന്നിട്ട് 5ഉം 6ഉം കമന്റ് തെരുതെരെ അങ്ങ് ഇടുക, വെറുതെ ഒരു കാരണവും ഇല്ല. എനിക്കത് കാണുമ്പോ ചിരി വരുന്നുണ്ട്. ഈ പെങ്കൊച്ചിന് എന്നാ അല്ലെങ്കിൽ തലയ്ക്ക് ഓളമാണോ? മാനസിക വിഭ്രാന്തി കയറിയ പോലെ മറ്റുള്ളവരുടെ ചാനലിനകത്ത് കയറി ഇവര് ഈ കാണിക്കുന്നത്. അതൊക്കെ എന്തിനാ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ചട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ചേച്ചി, ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, ചേച്ചി മുന്നോട്ട് പോയി, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. എനിക്ക് നല്ല മനുഷ്യരുടെ വാക്ക് കേട്ടാ മതി, ഇങ്ങനെയുള്ളവരുടെ എനിക്ക് കേക്കണ്ട. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞത്. എന്റെ അമ്മോ, ആര് ചാനല് തുടങ്ങിയാലും ആരെങ്കിലും ഒക്കെ തോണ്ടാൻ കാണുമെന്നുള്ളത് നേരാട്ടോ. അതുകൊണ്ട് എന്റെ ചാനലിനകത്ത് ഇപ്പൊ സ്ഥിരം വന്നിട്ട് ഒരു വ്യക്തി, ഒരേ ഒരു വ്യക്തി, അറിയുന്നതാണോ അറിയാലാത്താണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒരു വ്യക്തി വന്നിട്ട് ചുമ്മാ തറമുറ പിന്നെ കമന്റ് ഇടുക. എന്തിനാ? അവർക്ക് എന്നാ അതുകൊണ്ട് ഉപയോഗം? അറിയത്തില്ല എനിക്ക്. അവർക്ക് എന്റെ ചാനൽ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കാണുന്നില്ല ഈ ചാനൽ, അല്ലെ ഈ ചേച്ചിനെ എനിക്ക് കാണണ്ട, അങ്ങനെ പറഞ്ഞാ പോരെ. ഇത് എന്നിതൊക്കെ അവര് പറയുന്നത്. അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഇടുന്നവർക്കും അറിയത്തില്ല. എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന്. പക്ഷെ ഞാൻ എന്റെ ചാനല്, നിങ്ങളെ പോലെയുള്ള സ്നേഹമുള്ളവർ എന്റെ ചാനൽ കാണുവാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടും. ഞാൻ ഏതൊക്കെ ഇത് നിർത്താൻ